ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെല്ലോട്ടെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കപ്പ് പച്ചരി കൊണ്ട് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ചെയ്യുന്നത് കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. അതവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. ഓയിൽ വേണമെങ്കിൽ ഓയിൽ യൂസ് ആക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം വലുപ്പമുള്ള സവാള ചെറുതായിട്ട് ചോപ്പാക്കി എടുത്തതാണ്. അതിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടിക്കിട്ടാൻ ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചത് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 ടീസ്പൂൺ നിറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ പച്ചരിയും 2 പുഴുങ്ങിയ കോഴിമുട്ടയും വെച്ചിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ 2 രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി, ഒരു പകുതി തക്കാളി മതി, ഒരുപാട് തക്കാളി വേണ്ട കേട്ടോ. പകുതി തക്കാളി ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിമിൽ ഓയിലാണ് വെച്ചിട്ടുള്ളത്. ഇത് തക്കാളി കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല പിച്ച് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോണ്ട്, അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരിക. എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് കറിവേപ്പിൻ്റെ ഇല ചേർത്തത് കേട്ടോ. അപ്പോൾ മല്ലിയില ഇല്ല വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട, കറിവേപ്പിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2 പുഴുങ്ങിയ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കത്തി കൊണ്ട് വളരെ കുനുകുനാന്ന് കട്ടാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇതിനൊപ്പം കറികളൊന്നും ആവശ്യമില്ല. കുട്ടികൾക്ക് സ്കൂൾക്ക് ഇത് സ്നാക്കായിട്ട് വേണമെങ്കിലും കൊടുത്തുവിടാം. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അടിപൊളി ആയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ അത് ഇവിടെ എല്ലാം പാടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം മിക്സ് ആക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ നേരത്തെ 1 കപ്പ് പച്ചരി പുതിർത്തെടുത്തില്ലേ, ഒരു 4 മണിക്കൂറോളം പുതിർത്തെടുത്തതാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ള പച്ചരി നമ്മൾ സാധാരണ റേഷൻ പീടിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചരി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പച്ചരി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ഒരു 1/2 കപ്പിൻ്റെ താഴെയാണ് എടുക്കുന്നത് കേട്ടോ. 1/2 കപ്പ് വേണമെന്നില്ല, 1/2 കപ്പിൻ്റെ താഴെ, 1/2 കപ്പ് എടുത്താലും കുഴപ്പമില്ല. പിന്നെ 3 ടേബിൾ സ്പൂൺ ചോറ്, ഞാൻ മട്ടരിയുടെ ചോറാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതുപോലെ നല്ല കുറുകിയ മാതിരി ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം പോലെ അരച്ചെടുക്കരുത്, അതാണ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചത്. നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് വാരി മിക്സിയിലേക്ക് ഇടുമ്പോൾ കുറച്ച് വെള്ളം ആ അരി തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചത് അരച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അരക്കുമ്പോൾ എപ്പോഴും വെള്ളം കൂടാതെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ്, നമ്മുടെ ഈ മാവിന് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു പരുവത്തിലാണ്, തിളച്ച വെള്ളമാണ് ആവശ്യമായിട്ട് വരുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരു 1/2 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചത്. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു അപ്പം നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി, ഈ ഒരു ലൂസ് മതി. ഇനി ഒരുപാട് ഓവർ ലൂസും ആകരുത്, ഒരുപാട് ടൈറ്റും ആകരുത് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പിൻ്റെ മേലെ മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് അപ്പസോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടാനാണ് കേട്ടോ. ചൂടുവെള്ളം ചേർക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും, തിളച്ച വെള്ളം ചേർക്കുമ്പോൾ തന്നെ. പിന്നെ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 2 പിഞ്ച് അപ്പസോഡ കൂടി ചേർത്തത്. നമ്മളിവിടെ ഫില്ലിംഗ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അപ്പച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. നമ്മൾ 2 രീതി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പച്ചട്ടിയിലും വേറെ പാനിലും തയ്യാറാക്കുന്നുണ്ട്. 2 കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഈ മാവ് ഒഴിക്കണ നേരം ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച്. ആദ്യത്തെ ഞാൻ കുറച്ച് കട്ടിയിലാണ് തയ്യാറാക്കുന്നത്. രണ്ടാമത്തതും മൂന്നാമത്തതൊക്കെ കുറച്ച് കനം കുറച്ചിട്ടുമാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഈ രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്നുകൊണ്ട് കുറച്ച് കൊടുക്കണം.
മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി തയ്യാറാക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടില്ലേ, മുട്ടയും സവാളയൊക്കെ, അത് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഫില്ലിങ് വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ മുട്ടക്ക് പകരം ചിക്കൻ വേണമെങ്കിൽ ചിക്കനും വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് അതും ചേർത്ത് കൊടുത്താൽ അതും നല്ലതായിരിക്കും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്കാക്കിയാൽ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒരെണ്ണം കട്ടിയിൽ ഇവിടെ റെഡിയാക്കിയത്. ഇനി അടുത്തത് ഞാൻ അധികം കനമില്ലാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അല്പം വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ അങ്ങോട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഒരു തവി മാവ് ഒഴിക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിക്കുക. ഇങ്ങനെ തവി കൊണ്ടൊന്ന് ഇങ്ങനെ നടുക്ക് ഭാഗം ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചാൽ മതി, ഇങ്ങനെ തവി ഒന്ന് അമർത്തിയാൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് ഫില്ലിങ് ഇടുന്നുള്ളൂ, കുറച്ച് മാവല്ലേ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് ഫില്ലിങ് മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. അടച്ച് വെച്ച് 2 മിനിറ്റ് കുക്കാക്കിയാൽ തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. അങ്ങനെ 3 ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതുപോലത്തെ ഒരു പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിക്കുന്ന സമയം ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പകുതി മാവ് ഇതിൽ നിന്ന് പകുതി മാവ് ഒഴിച്ചു കൊടുക്കുക. ഈ 2 റെസിപ്പിയിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്ന് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ് ഇതിലേക്ക് നമ്മൾ മുഴുവനായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടിയും മുട്ടയും ഒക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ചേരുവകളാണ് അല്ലേ, അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാം. ബാക്കിയുള്ള മാവ് ഇതിൻ്റെ മുകളിൽ കൂടി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കറികളൊന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഫുള്ളും മുഴുവനും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇത് നമ്മൾ തയ്യാറാക്കുന്ന സമയം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ആദ്യത്തെ ഭാഗം ഒന്ന് കുക്കാകാൻ ഒരു 3 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം തന്നെ ഫുള്ള് കുക്കായിട്ടുണ്ട്. ഈ ഒരു ഭാഗം കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ മൊരിയാൻ വേണ്ടി മാത്രമാണ് ഇത് നമ്മളൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇനി അടച്ചു വെക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. അപ്പോൾ ആദ്യത്തത് ഇതാണ് കേട്ടോ. നമ്മൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മൾ അധികം കനല്ലാതെ തയ്യാറാക്കിയതാണ് കേട്ടോ. കണ്ടോ, അധികം കനല്ലാതെ നല്ല ഉള്ളിലൊക്കെ ആരെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇത് വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊന്ന് റെഡിയാക്കി നോക്കുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ രീതിയിലും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു പോള പോലെയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആ കട്ടിയിലുണ്ടാക്കിയതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാനായിട്ട്. കണ്ടോ, നല്ല ആരെടുത്തിട്ടുള്ള ഒരപ്പമാണ്, നല്ല ഫില്ലിങ്ങോട് കൂടിയ ഒരപ്പം. അപ്പോൾ ഞാൻ അടുത്തത് നമ്മളിതേ പോള പോലെ തയ്യാറാക്കിയെടുത്തത്, അതും ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. പോള പോലെ തയ്യാറാക്കിയെടുത്തത് നന്നായിട്ട് ചൂടാറിയിട്ടില്ല കേട്ടോ, കുറച്ച് ചൂടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത്യാവശ്യം നല്ല ചൂടുണ്ട്, ആവി പറക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, അത്യാവശ്യം നല്ലോണം ആവി പറക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ബെല്ലൈക്കൺ എന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.